ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീംസ് ലവർ. ഇതാ എൻ്റെ മേയുടെ വീട്ടിലേക്ക് പൂരത്തിന് തലേദിവസം തന്നെ പോയതാട്ടോ ഞാൻ. ഇതെൻ്റെ എഴുത്തുമാരാണ്. ഞങ്ങൾ അമ്പലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ ചെറിയ അനിയത്തി. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ, അമ്പലത്തിൻ്റെ ഈ ഒരു അമ്പലപ്പറമ്പിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള തോണിയും അതുപോലെ ഇങ്ങനെ ഊർന്നിറങ്ങണ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ കുട്ടികളൊന്നും കൂട്ടാതെ രാത്രി ഒറ്റയ്ക്ക് പോയതാണ് മൂന്നാളും കൂടി. അവരൊക്കെ ഉറക്കി എന്നിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് പോകട്ടെ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ തലേദിവസം. നല്ല രസമാണ് തലേദിവസമൊക്കെ, പൂരത്തിൻ്റെ തലേദിവസമൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തെണ്ടി നടക്കാൻ നല്ല സുഖമാട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എൻ്റെ മേമയ്ക്ക് കട ഉണ്ട് കേട്ടോ. അവിടെ മറ്റേ ഈ ടോയ്സൊക്കെ വെക്കുന്ന കട ഉണ്ട്. അതിൻ്റെ മുന്നിൽ മേമ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ അത് കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി വന്നേ. എന്നിട്ട് ഞങ്ങളുടെ ഫേവററ്റ് കമ്മലിൻ്റെ കട അല്ലേ, കുറേ ഭംഗിയുള്ള കമ്മലുണ്ട് കേട്ടോ. ഞങ്ങളതിന് 2-3 ഞങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. നല്ല ഭംഗിയുള്ള കമ്മലായിരുന്നു. എനിക്ക് 3 എന്നല്ല, അവിടെ തന്നെ പോരാനേ തോന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമാട്ടോ എനിക്ക് കമ്മലുകൾ. ഞാനും എൻ്റെ അനിയത്തിമാരും കുറേ കമ്മൽ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. കുഴിപ്പറമ്പിൽ വന്ന് ഐസ്ക്രീം കഴിക്കുക, ഇങ്ങനെ അവിടെ ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ കഴിക്കുക, പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം വാങ്ങിക്കുക. അതൊക്കെ ഞങ്ങളുടെ ഒരു ഹോബി കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിമാരും ഈ പൂരത്തിൻ്റെ തലേദിവസം പൂരത്തിനൊക്കെ പിന്നെ പിറ്റേ ദിവസത്തെ രാവിലെ കേട്ടോ ഞാൻ കാണിക്കുന്നത്. ലേറ്റായി എണീക്കാൻ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ബീച്ചിൽ കൂടെ മേമ പറഞ്ഞു ചിക്കൻ വാങ്ങിച്ചിട്ട് വരാൻ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ച് വരിക കേട്ടോ. ചിക്കൻ കട ഒന്നും ഇടണ്ടാന്ന് അവള് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചിക്കൻ കട ഒന്നും ഇട്ടില്ല. എന്നിട്ട് ഞങ്ങളിത് അവളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് വീഡിയോ എടുക്കണേനൊക്കെ. എങ്ങനെ ഏതാണെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് തുടങ്ങുന്നതല്ലല്ലോ. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ മേയുടെ വീട്ടിലേക്ക് പോണ വഴിയൊക്കെ ഇങ്ങനെ നല്ല രസമാണ്. നല്ലൊരു ഗ്രാമഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ പണ്ടല്ലേ സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ മേമയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മേമയുടെ വീട്ടിൽ നിൽക്കാനൊക്കെ. അപ്പോൾ മേമയുടെ വീടിൻ്റെ പകുതി ആയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷമാവും. സ്കൂളൊക്കെ കൂട്ടി കഴിഞ്ഞാൽ മേമയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനൊക്കെ വരുന്നു. നല്ല ഇഷ്ടമാണ് മേമയുടെ വീട്ടിൽ നിൽക്കാൻ. അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ കൂട്ടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ അടിച്ചു നോക്കി. അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ കുളമൊന്നും ഇപ്പോൾ ഇല്ല. ആ കുളത്തിലൊക്കെ ഞങ്ങൾ ഇതുപോലെ നീന്തി കളിക്കും. ഇപ്പോൾ കുളമുണ്ട്, പക്ഷെ അത്ര വൃത്തിയൊന്നുമില്ല. അവിടേക്ക് ആരും പോവാറൊന്നുമില്ല. പിന്നെ മേമയുടെ വീട് അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് കുറച്ച്, അതായത് കൂറ്റനാട് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തേക്കായി. പെരിങ്ങോടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി കൂറ്റനാടിൻ്റെ അടുത്തേക്ക് വന്ന സ്ഥലപ്പേര് എനിക്ക് കുറച്ച് ഓർമ്മയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ അവൾ കുറേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വരികയാണ്. ചിലപ്പോൾ കുറച്ച് ഓവർ ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ, എന്താണെന്നും അറിയില്ല. ഇത്രയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ അടുത്ത പ്രാവശ്യം ഇത്രയും ലെങ്തായിട്ട് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് തനിയെ ഡിലേറ്റ് ആയി പോകാൻ സാധ്യത ഉണ്ട്. ലെങ്തായ വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ മേമയുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. മേമയുടെ വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഒന്നാമത് ഞാൻ ഈ പൂരത്തിൻ്റെ വീഡിയോ ഇടാനുള്ള ഒരു ഇതിൽ മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. നമ്മുടെ വീടൊന്നും വിടുന്നില്ല.
ഇടവഴിയിലൂടെ ഇങ്ങനെ പോകണം. പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഒരു ഇടവഴി. ഇപ്പം ഇങ്ങനെ ഇടവഴി കാണുമെന്നല്ലേ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഇടവഴി നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അവിടെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മേമ്മയുടെ വീടും അതിൽ പെട്ടു പോകുന്നുണ്ട്. ഈ കുഞ്ഞി വീടാട്ടോ എൻ്റെ മേമ്മയുടെ വീട്. ആ നിൽക്കുന്നത് എൻ്റെ പാപ്പൻ്റെ മേമ്മയുടെ ഭർത്താവിൻ്റെ സ്കൂട്ടറാണ്. പിന്നെ അവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഭയങ്കര ചെടികളൊന്നുമില്ല, നല്ല കുറച്ചൊക്കെ ചെടികളുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിനുള്ളിൽ രാവിലെ കുറച്ച് ചെടികളൊക്കെ ഇവിടുന്ന് പൊക്കി കൊണ്ടുപോകാമെന്നുള്ള വിചാരമുണ്ട് കേട്ടോ. പൂരം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ഈ ചെടികളിൽ നിന്നൊക്കെ ഓരോ കമ്പ് എടുത്തിട്ട് കൊണ്ടുവരാമെന്ന്. കുറേ റോസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പലതരം റോസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓരോ കൊമ്പൊക്കെ മേമേനോട് ചോദിച്ചിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. കണ്ടോ എന്ത് ഭംഗിയുള്ള റോസാണെന്നറിയോ. റോസ് കുറേ ചെടികളുണ്ട്, റോസ് ചെടികൾ. പിന്നെ ഈ കളറിലുള്ള അങ്ങനത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നൊക്കെ ഞങ്ങൾ ഓരോ കൊമ്പും പിന്നെ തലേ ദിവസം ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും എവിടേക്കും വേണ്ടിയിട്ടൊക്കെ, മേമ്മയുടെ വീട്ടിലേക്ക് എനിക്കും വേണ്ടിയിട്ട് കുറേ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെടി വെക്കാമെന്നാണ്. പിന്നെ ഞങ്ങൾ അന്നെ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ അതേനെയാണ് പോകുന്നത് ആ വഴിയിലൂടെ. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പകുതി ഭാഗം കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അനിയത്തി പറയുന്നുണ്ട്, ചേച്ചി ശ്രദ്ധിച്ചോ, വീഡിയോ എടുത്തിട്ട് കുളത്തിൽ വീഴണ്ട പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മൂത്ത അനിയത്തി. ഞാനും മേമി എൻ്റെ അനിയത്തിയും കൂടെയാണ് പോകുന്നത്. മൂത്ത അനിയത്തി ആണ് കൂടെ ഉള്ളത്. പിന്നെ അവളെ മോനും ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പാടത്തു കൂടെയൊക്കെ പോകണം ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ. ഇന്നലെ വൈകിട്ട് പോകുമ്പോൾ ഞങ്ങൾ റോഡിലൂടെ പോയേട്ടോ. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പാടത്തൂടെ പോയി. അപ്പോൾ പാടത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറേ പിന്നെ ഐസ്ക്രീം വണ്ടികൾ നിൽക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അറ്റത്ത് കണ്ടോ, അതൊക്കെ ഐസ്ക്രീം വണ്ടികളാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഈ പാടത്തു കൂടെ ഇങ്ങനെ ഇറങ്ങി തുടർന്ന് പോവാം. നല്ല വെയിലും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി നോക്കി. ഇവിടെ ശിങ്കാരി മേളം, തായമ്പക അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ ആന വരുന്നുണ്ടോ. ഇവിടെ ആനപ്പൂരം കേട്ടോ ഫേമസ് ആണ് ഇവിടുത്തെ പൂരം. ആമക്കാവിലെ പൂരം എന്നാ പറയുക. ആമക്കാവിലെ ഭഗവതി ക്ഷേത്രത്തിലാണ് പൂരം നടക്കുന്നത്. ഇവിടെ ആനയാണ് ഫേമസ്. ഞങ്ങളുടെ നാട്ടിൽ ആനയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ആനേനെ എഴുന്നള്ളിക്കില്ല. കുതിരയാണ്, കുതിരവേലയാണ്. കുതിരയും കാളയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ആനപ്പൂരമാണ് അവിടെ. ഞങ്ങളുടെ നാട്ടിൽ പൂരത്തിന് ആനേനെ എഴുന്നള്ളിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ആര്യങ്കാവിലെ പൂരം ആണ് ഞങ്ങളുടെ പൂരം. അവിടുത്തെ പൂരത്തിന് ആന എഴുന്നള്ളിക്കാത്തതിന് ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. ആനേനെ കണ്ട് പേടിച്ചിട്ട് അമ്മ, അതായത് വടക്കേ നടയെന്ന് കിഴക്കേ നടയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് അവിടെ ആനേനെ എഴുന്നള്ളിക്കില്ല. ഇവിടെ നോക്കിയാൽ എത്ര ആനകളാണെന്ന് അറിയാം ഞാൻ കണ്ടത്. നല്ല രസമായി. തിളമ്പേറ്റി നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആന ഇങ്ങനെ എഴുന്നള്ളിക്കുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി നിന്നു. കണ്ടോ, ഇത് ഒരാനേനെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ വരും ഓരോ ആന. പിന്നെ തെച്ചിക്കോട്ട് ഡാം കണ്ടു. ആ ആനേനെ കണ്ടു കേട്ടോ. അത് അവർ ഭയങ്കര ഒരു നല്ല രസമായിരുന്നു ആ ആനയെ കാണാൻ. നല്ല തിടമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഭംഗിയാണ്. വെറുതെ അല്ല ആനയ്ക്ക് ഇത്ര ഫേമസ് ആയത്. നോക്കി ഇവിടെ പഞ്ചാരിമേള നടക്കുന്നുണ്ട്. ഞങ്ങളിത് ഒരൊറ്റ എണ്ണം വിട്ടില്ല, എല്ലാം കാണാൻ പോയിട്ടോ. ഞങ്ങളെല്ലാവരും തെണ്ടി പൂരം കാണായിരുന്നു. എല്ലായിടത്തും പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന്.
എന്തായാലും ഇത് ഫുള്ളൊന്നും ഇട്ടിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് അറിയില്ല. കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്തായാലും എനിക്ക് ലൈക്കും സപ്പോർട്ടും തരണേ. പിന്നെയും വേറെ ഓരോ ആനകളിങ്ങനെ എഴുന്നള്ളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എല്ലാ ആനകളെയും ഒരുമിച്ച് നിർത്തി കാണും. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ ആനകളിങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ ആനകളെയും ഒന്നിച്ച് നിർത്തും നടക്കിട്ട്. നല്ല ഭംഗിയാണ് എല്ലാവരും കൂടി നിൽക്കുന്നത് കാണാൻ കേട്ടോ. എല്ലാവരും അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കാവടിയാട്ടം തുടങ്ങിട്ടോ. കാവടിയാട്ടം ഉള്ളോടത്തേക്ക് ഞങ്ങളിങ്ങനെ പോയി. കാവടിയിൽ ഇങ്ങനെ വരുന്നുണ്ടോ. എന്ത് ഭംഗിയല്ലേ കാവടിയാട്ടം കാണാൻ. പല കളറിലായിട്ടും ഇങ്ങനെ മിന്നിയിട്ടും. പണ്ടൊന്നും ഇങ്ങനെ ഈ മിന്നുന്ന ലൈറ്റ് കത്തുന്ന കാവടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് പകൽ മാത്രം കാവടിയാട്ടം ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ട് വേണ്ട, ഭയങ്കര ഭംഗിയായിട്ട് അത് അലങ്കരിച്ചിട്ടുണ്ട്. നോക്കി ഇനി ഇത് നിലക്കാവടി പറഞ്ഞിട്ട് അതും കാണുന്നുണ്ട് ഇടയിൽ കൂടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലക്കാവടി, ഈ അപ്പുറത്തെ സൈഡിൽ നിലക്കാവടിയാണ്. എന്ത് ഭംഗിയാണ് നോക്കിയേ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തുമ്പോൾ നല്ലൊരു മനസ്സിന് സമാധാനം കേട്ടോ. നല്ല രസമാണ്. ഒരു മോനൊപ്പം ഇങ്ങനെ ആ ചെണ്ടയുടെ ഒരു താളത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ അത് വെച്ച് ആ ബലൂൺ വെച്ച് ഇങ്ങനെ തല്ലിക്കുന്നു. എൻ്റെ അനിയത്തിമാർ രണ്ടാളും താഴെ അവരെ മേടിക്കാൻ തല്ലുന്നുണ്ടോ. ആ കൊട്ടിനനുസരിച്ച് അത് പൊട്ടും ചെയ്യും. അത് പൊട്ടിയിട്ട് അവൻ കരയിലൊക്കെ കണ്ടു ഞങ്ങൾ. അത് ഭയങ്കര സങ്കടമായി. അവൻ അത് പൊട്ടിട്ടുണ്ട്. ആ താളത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ തല അണിക്കുന്നുണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പൂതന തറ വരില്ലേ, തറയുടെ ഒരു ഇതുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തെറയും പൂതനയാണ് ഉണ്ടാവുക. ഇതിൽ തെറയുടെ നൃത്തമുണ്ട്. ഇവരിങ്ങനെ നൃത്തം ചെയ്തിട്ടോ. അവരുടെ നൃത്തം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇവർക്ക് പൈസയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പൈസയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവർ കണ്ണ് ചിമ്മിയിട്ട് കണ്ണ് അടച്ചിട്ട് കണ്ണ് തുറന്നിട്ട് ആ പൈസ എടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ നമ്മുടെ ഈ പൂരം ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മിസ് ചെയ്യും. എനിക്ക് കഴിഞ്ഞ കൊല്ലത്ത് പൂരമൊക്കെ മിസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പുറത്തായിരുന്നു, UAE-യിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം എല്ലാ പൂരം കാണുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള പൂരങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ നൃത്തം ചെയ്യുന്ന സമയത്ത് പൈസ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് കാണുന്നില്ല. ആൾക്കാരെ നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര രസം അത് കാണാൻ. ആ കൊട്ടിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ താളം ഭയങ്കര വൈബാട്ടോ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത് അടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അറിയുള്ളൂ.
പറ്റുന്നില്ല. കുറച്ചിങ്ങനെ ദൂരത്തുനിന്ന് എടുത്തതാണ്. അവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ തിറന്നൊക്കെ നടത്തിയിട്ട് അവർ പൈസ ഇട്ട് കൊടുക്കുന്നതൊക്കെ എടുക്കുക. ആ തിറങ്ങനെ എടുത്ത് കണ്ണടച്ചിട്ട് ഇരുന്നിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും ജനങ്ങളായിരുന്നു. അതിൻ്റെ മുന്നിലോട്ട് പോകാൻ ഭയങ്കര പണിയാണ്, എടുക്കാൻ പറ്റിയത്. പിന്നെ അടുത്തത് അവിടെ ഇങ്ങനെ ഓരോ വേഷങ്ങൾ ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇവരുടെ നൃത്തം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ലേറ്റൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയായിരുന്നു രാത്രി കാണാൻ. നിങ്ങളിങ്ങനെ പൂരമൊക്കെ കാണാൻ പോകാറുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ പൂരം, ഞങ്ങളുടെ നാട്ടിലെ പോലെ? എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഞാനെടുത്ത വീഡിയോ നന്നായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് ശിങ്കാരി വേണം. നോക്കി എന്താണെന്നറിയോ, രണ്ട് സൈഡിൽ നിന്ന് എൻ്റെ കാതടച്ച് പൊട്ടിപ്പോയി. അത്രയും അടുത്തുനിന്ന് എടുക്കുന്നുണ്ടോ. ഒരു വൈബാണ് ഞങ്ങൾക്ക് ശിങ്കാരി മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അനിയത്തിമാരല്ലേ ഇതിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഞാൻ പിടിച്ചു വെച്ചിട്ട് അവരെന്നെ, അവർക്ക് ഭയങ്കര വൈബാണ് ഇത് കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവർ വന്നിട്ട് ഡാൻസ് ചെയ്യുന്ന പറയുന്നത്. ഇതിപ്പോൾ അവരെ നാടാവുകൊണ്ട് അവർക്ക് ചമ്മൽ. എന്നാലും ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചാടുമ്പോൾ ഇങ്ങനെ അനങ്ങല്ലേ പറഞ്ഞിട്ട് പിടിച്ച് വൃത്തിയാക്കുക ഉണ്ടോ. അവരൊപ്പം പഠിക്കുന്ന പയ്യന്മാരൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. അവരൊക്കെ തുള്ളി ചാട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവർ ആ ഭാഗത്തുനിന്ന് വരുന്ന വേലയുടെ കൂടെ ഉള്ളതാണിത്, ഈ ശിങ്കാരി മേളം. ഇത് ഒരു സെറ്റുള്ളൂ, ഇനിയുണ്ട് കേട്ടോ ഒരുപാട്. ഓരോ ഭാഗത്തുനിന്ന് വരുന്ന വേലകളുടെ കൂടി ഇങ്ങനെ ഓരോ ശിങ്കാരി മേളം, തായമ്പക, പിന്നെ അങ്ങനെ കുറേ ഇതുണ്ടാവും. ഓരോ സെറ്റ് വേലയുടെ ഒപ്പം ഇങ്ങനെ ഓരോന്ന് കാണാനുണ്ടാവും. വേഷങ്ങൾ നേരത്തെ കണ്ടില്ലേ, തെര, അങ്ങനെയുള്ളത് ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന വേലകളാണ്. ആ അമ്പലത്തിൻ്റെ ഓരോ ചുറ്റുവട്ടത്തു നിന്നും വരുന്ന വേലകളിലാണ് ഇങ്ങനെ ഓരോ കലാരൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു വേലയുടെ ഒപ്പം വന്നാൽ അത് ശരിക്കും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അത് കുറച്ച് ദൂരത്തായിപ്പോയി. എന്നാലും ഞാൻ വീഡിയോയിൽ അത് പകർത്തുക കേട്ടോ. അത് ശരിക്കും എടുക്കാൻ പറ്റിയില്ല, കുറേ ദൂരത്ത് നിന്നാകൊണ്ടേ തിരിഞ്ഞു പോയി ശരിക്കും എടുക്കാൻ പറ്റിയില്ല. വേറെ കലാരൂപങ്ങൾ ശിങ്കാരി മേളത്തിൻ്റെ അടുത്തായി പോയിട്ടോ. ഞങ്ങളുടെ ചെവി പഠിച്ചു പോയി. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ശിങ്കാരി മേളം കാണാൻ. ഭയങ്കര വൈബാണ് ശിങ്കാരി മേളം. ഓരോരോ സ്റ്റെപ്പും ഒക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. നോക്കി വെറൈറ്റിയാണ്.
അത്രയും നല്ലതാണ് കാണാൻ കേട്ടോ. ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ വീഡിയോ. അങ്ങനെ ഫുള്ളായിട്ട് ലെങ്ത് കൂടുതലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് പൂരൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളെ വെടിക്കെട്ട് വന്നു. വെടിക്കെട്ടും അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തെ. അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, നല്ല അടിപൊളിയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ പൂരം ലാസ്റ്റായി. ഇനി അടുത്ത കൊല്ലമുള്ളൂ. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നമ്മുടെ മേമ്മടെ വീടത്തെ പൂരം പോലെ